മൊതേര സൺ ടെമ്പിൾ കണ്ടിട്ട് തിരിച്ചു വന്ന സമയത്ത് ഒരു പൊട്ടിപ്പൊളിഞ്ഞ് നടന്ന ഒരു ഗേറ്റ് കണ്ട് ഉള്ളിലേക്ക് കയറിയതാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു വലിയ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. മൊതേരാക്കി വാവ് എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. മൊതേരാക്കി വാവ്. ഉള്ളിലേക്ക് പോയപ്പോഴാണ് വീണ്ടും ഞെട്ടിയത്. വലിയൊരു സ്റ്റെപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. റാണിക്കി വാവിലേക്ക് കണ്ട അതിന്റെ ഒരു മിനിയേച്ചർ പതിപ്പാണിത്. കുറച്ചും പടികളിലേക്ക് ഇറങ്ങി വരുമ്പോൾ കുറച്ചുകൂടെ പടികളുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ തോന്നുന്നില്ല. നല്ല വൃത്തിയില്ലാതെ കിടക്കുകയാണ് വെള്ളം. അപ്പൊ അതൊന്നും എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നില്ല. എന്തായാലും നല്ലൊരു രാത്രി കയറുമ്പോൾ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് ഇപ്പോൾ. ഞാനിപ്പോ ഇവിടെ അദ്ലജ്കി വാവ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് വെല്ല് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഗുജറാത്തിൽ നിന്ന് ഗാന്ധിനഗറിലാണ്. ഗാന്ധിനഗർ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിന്റെ ക്യാപിറ്റലാണ്. അപ്പൊ ഗാന്ധിനഗറിനോട് ചേർന്നാണ് ഇത് കിടക്കുന്നത്. അപ്പം അഹമ്മദാബാദിലേക്ക് പോകുന്ന ഒരു ഹൈവേന്ന് അദ്ലജ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടി നടന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ പുറകിൽ ടിക്കറ്റ് കൗണ്ടർ കാണാൻ പറ്റും. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിൽ കയറാൻ. ഇതും ASIയുടെ കീഴിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പലിന്റെ പരിസരത്ത് തന്നെ കുറെ നേരം ഇരിക്കാനൊക്കെ ഉണ്ട്. നമുക്ക് ടിക്കറ്റ് എടുക്കാൻ തന്നെ പുറത്തിരിക്കാൻ പറ്റും. ഇവിടെ പുറത്ത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനായിട്ട് സ്വീറ്റ് കോണും അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ ജ്യൂസും അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ വാങ്ങാൻ കിട്ടും. അപ്പം ഇത് വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. പടി ഇറങ്ങി വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നില്ല ഇവിടുത്തെ ഓപ്പൺ കോർട്ട്യാർഡ് ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ചുവരുകളിലൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ ഡെക്കറേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അദ്ലജ്കി വാവിന്റെ ആദ്യത്തെ ഫ്ലോറ്. ഇവിടെ നിന്ന് താഴേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ 5 നില താഴേക്കാണ്. നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന ആ ഒരു ഇന്റൻസിറ്റി അല്ല നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇത് എന്തോ ഒരു വലിയ ഗുഹയ്ക്കകത്ത് എത്തിയത് പോലെയാണ്. ഇപ്പം നല്ല വെയിലുണ്ട്. സമയം ഇപ്പം 6 മണിയായെങ്കിലും നല്ല വെയിലുണ്ട്. പക്ഷെ താഴേക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു 8 മണിയായ ഫീലിംഗ് ആണ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ അദ്ലജ് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് വെല്ലാണ് അദ്ലജ് വാവ്. 15-ാം നൂറ്റാണ്ടിൽ ഗുജറാത്തിലെ വഘേല രാജവംശത്തിലെ റാണ വീർസിംഗ് രാജാവാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ നിർമ്മാണം പൂർത്തിയാകും മുൻപേ റാണ വീർസിംഗിനെ സമീപത്തെ മുസ്ലിം ഭരണാധികാരിയായിരുന്ന മഹ്മൂദ് ബേഗ വധിക്കുകയും രാജ്യം പിടിച്ചടക്കുകയും ചെയ്തു. ഒപ്പം റാണ വീർസിംഗിന്റെ പത്നി രുദാഭായിയെ സ്വന്തമാക്കാൻ മഹ്മൂദ് ബേഗ ആഗ്രഹിച്ചു. കിണറിന്റെ നിർമ്മാണം പൂർത്തിയായാൽ വിവാഹത്തിന് സമ്മതിക്കാമെന്ന് രുദാഭായി പറഞ്ഞു. അങ്ങനെ ഏകദേശം 20 വർഷത്തോളം സമയം നീണ്ടുനിന്ന കിണർ നിർമ്മാണത്തിന് ശേഷം റാണിയെ വിവാഹം ചെയ്യാനുള്ള ആഗ്രഹവുമായി വീണ്ടും മഹ്മൂദ് ബേഗ എത്തി. എന്നാൽ തന്റെ ഭർത്താവിന്റെ ആഗ്രഹം സഫലമായെന്നറിഞ്ഞ രുദാഭായ് വിവാഹത്തിന് സമ്മതിക്കുന്നതിന് പകരം ഈ ജലാശയത്തിൽ ചാടി ജീവൻ വെടിഞ്ഞു. രുദാഭായിയുള്ള സ്നേഹത്തിന്റെ പ്രതീകമായി മഹ്മൂദ് ബേഗ ഈ കിണറിന് രുദാഭായിയുടെ പേര് നൽകി. അദ്ലജ് വാവിന്റെ മറ്റൊരു പേരാണ് രുദാഭായ് വാവ്. ഹിന്ദു വാസ്തുവിദ്യയിൽ റാണ വീർസിംഗ് ആരംഭിച്ച വാവ് മുസ്ലിം രീതിയിൽ മഹ്മൂദ് ബേഗ പൂർത്തീകരിച്ചപ്പോൾ ഇന്തോ ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ മനോഹരമായ ഒരു സൃഷ്ടി ഇവിടെ പിറന്നു. വാവ് നിർമ്മാണത്തിന് ശേഷം ഇത്തരത്തിൽ മറ്റൊന്ന് ഇനി നിർമ്മിക്കാതിരിക്കാനായി ശില്പികളെ രാജാവ് കൊലപ്പെടുത്തി. ഈ ശില്പികളുടെ ശവകുടീരങ്ങളും ഇതിന് സമീപത്തായി കാണാൻ സാധിക്കും. റാണിക്കി വാവുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാൽ ഇവിടുത്തെ ഈ തൂണിലൊക്കെയുള്ള കൊത്തുപണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കൊത്തുപണികളാണ്. അപ്പൊ ഇത് വാവിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. നേരത്തെ താഴെ കൊണ്ടായിട്ട് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈറ്റ് കൂടിയാവും സെക്ഷൻ. അതായത് ഇങ്ങനെ അറ്റത്തെ ആ ഒരു സെക്ഷൻ അവിടെയാണ് ഏറ്റവും ഹൈറ്റ് കൂടി. നമ്മൾ താഴേക്ക് ഇറങ്ങി പോവല്ലേ. സൺസെറ്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും സൂര്യൻ താഴെ അസ്തമിക്കും. എന്തായാലും അസ്തമിക്കുന്നതിന് മുമ്പ് എനിക്ക് അഹമ്മദാബാദിലും എത്തണം. ഇവിടെ നിന്ന് ഇനി ഏതാണ്ട് 23 കിലോമീറ്റർ ഉണ്ട് അഹമ്മദാബാദിലേക്ക്. അപ്പോൾ ഇവിടെ കുറച്ച് ലേറ്റ് ആയിട്ട്, ഇത് വെസ്റ്റേൺ സൈഡായിട്ട് ഇവിടെ കുറച്ച് ലേറ്റ് ആയിട്ട് ഈ ഒരു സൺസെറ്റ് ഉണ്ടാവും. എന്തായാലും ഇപ്പോഴെങ്കിലും ഇറങ്ങണം. ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരം നടന്നു പോകാനുണ്ട് മെയിൻ റോഡിലേക്ക്. ഇവിടെ നിന്ന് ഡയറക്റ്റ് ബസ്സില്ല. കുറെ കാണുന്നതാണ് ഗുജറാത്തിലെ ഗീതാമന്ദർ ബസ് സ്റ്റേഷൻ. ഇവിടെ അഹമ്മദാബാദിലെ മെയിൻ ബസ് സ്റ്റേഷനാണ്. അഹമ്മദാബാദ് സെൻട്രൽ ബസ് സ്റ്റേഷനാണ്. ഒരു റെയിൽവേ സ്റ്റേഷന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ബസ് വരുന്ന സമയം എഴുതി കാണിക്കും. അങ്ങനെ അത്യാവശ്യം നമ്മൾ പുറത്തായി കാണുന്ന എല്ലാ ബസ് സ്റ്റോപ്പിന്റെ റെയിൽവേ സ്റ്റേഷന്റെ ഒക്കെ സൗകര്യങ്ങളും നമുക്ക് കാണാം.